കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മി എന്ന യുവതിയെ അമ്പലപ്പുഴയിൽ ജയചന്ദ്രൻ എന്ന അടുപ്പക്കാരൻ കൊന്നു കുഴിച്ചുമൂടിയതായ സംശയങ്ങൾ ബലപ്പെടുകയാണ്. ഇപ്പോൾ ജയചന്ദ്രനുമായി പോലീസ് ജയചന്ദ്രൻ അമ്പലപ്പുഴയിലെ വീട്ടിലെത്തി പരിശോധന നടത്തുകയാണ്. ജയചന്ദ്രൻ കുറ്റസമ്മതം നടത്തിയതായുള്ള വിവരങ്ങൾ നേരത്തെ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി പങ്കുവച്ചതായാലും ഇത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ആ പ്രദേശത്ത് നിന്ന് സംശയം ഉള്ള സ്ഥലത്ത് നിന്ന് പോലീസ് മാധ്യമപ്രവർത്തകരെ അടക്കം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഷാജഹാൻ, ഇപ്പോൾ പോലീസ് ഈ ജയചന്ദ്രനുമായി വീട്ടിനകത്ത് തന്നെയാണ്. ഒപ്പം തന്നെ മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഈ പുറത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ പോലീസ് ടീം ഈ പെൺകുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തു എന്ന് സംശയിക്കുന്ന പ്രദേശത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് വീടിൻ്റെ പുറകുഭാഗത്തുകൂടി ഈ സ്ഥലത്തെത്തിയിരിക്കുകയായിരുന്നു. മാധ്യമങ്ങളെ പൂർണ്ണമായിട്ടും പോലീസ് ഈ ഭാഗത്തു നിന്ന് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ പെൺകുട്ടിയെ കാണാതായതിനു ശേഷം മൃതദേഹം മറവ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ട് അത് അവരുടെ സ്ഥലമാണ്, അവർ പൂജകൾക്ക് വേണ്ടി കുഴിയെടുത്തു, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഈ പ്രദേശത്ത് തന്നെയാണ് മൃതദേഹം മറവ് ചെയ്തത് എന്ന് വേണം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ ജയചന്ദ്രനാണ് ആ നിൽക്കുന്നത്, മതിൽ ചാരി നിൽക്കുന്നത് ജയചന്ദ്രനാണ്. ജയചന്ദ്രൻ പോലീസുമായി സംസാരിക്കുന്നു. അവിടെ ഈ സംശയമുള്ള സ്ഥലത്താണ് ജയചന്ദ്രനെ ഇപ്പോൾ പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ജയചന്ദ്രനാണ്. ജയചന്ദ്രൻ ഈ പോലീസുകാരോട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് ഈ സ്ഥലവും മറ്റും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ കൊണ്ട് പോലീസ് കയ്യിൽ വിലങ്ങൊക്കെ വെപ്പിച്ച് കൊണ്ട് നിർത്തിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞതനുസരിച്ചാണ് അവിടെ മറവ് ചെയ്തു എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇനി മണൽ നീക്കം ചെയ്ത് മൃതദേഹം പുറത്തെടുക്കാനുള്ളൊരു ശ്രമമാണ് ഇനി പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ മറ്റുദ്യോഗസ്ഥർ, ഫോറൻസിക് അടക്കമുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ജയചന്ദ്രൻ പറയുന്നതനുസരിച്ചിട്ട് ആ ഭാഗത്ത് നിന്നും ജയചന്ദ്രനെയും കൊണ്ടുവന്നിരിക്കുന്നത് ആ ഭാഗത്ത് അയാളെ നേരിട്ട് കൊണ്ടുവന്നുകൊണ്ട് ആ സ്ഥലം കാണിക്കുക. അയാൾ നേരത്തെ സ്റ്റേഷനിൽ വെച്ച് മറവ് ചെയ്തു, വീടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്താണ് മൃതദേഹം മറവ് ചെയ്തത് എന്ന് പറഞ്ഞു. അത് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിയുമായി നേരിട്ടെത്തിക്കൊണ്ടും പോലീസ് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മണൽ നീക്കം ചെയ്ത് മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത്.